ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് ഡിസൈൻ വിവിധങ്ങളായ ഡിസൈനുകളിലൂടെ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങളുടെ, ഹെയർ സ്റ്റൈലിന്റെ, കണ്ണെഴുത്തിന്റെ, പൊട്ടുതൊടലിന്റെ, ഭക്ഷണത്തിന്റെ എല്ലാം അഭിരുചികളെ തീരുമാനിക്കുന്നത് ഡിസൈനുകളാണ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പല പല രൂപങ്ങൾ പോലും അതിനോട് നമുക്ക് ആകർഷണീയത തോന്നിപ്പിക്കാനാണ്. ഏപ്രിൽ 27 ലോക ഡിസൈൻ ദിനം. അതിന് ദൈനംദിന ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നതാണ്. നഗരം ചുറ്റുന്നത് സുരക്ഷിതവും വേഗമേറിയതുമാകുന്ന ബൈക്ക് പാതകൾ മുതൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ടെലിഫോൺ വരെ, വഴിതെറ്റാതിരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന വഴി കണ്ടെത്തൽ വരെ, നല്ല ഡിസൈൻ, അർത്ഥവത്തായ ഡിസൈൻ നിരന്തരം പരിവർത്തനത്തിലാണ്. ഓരോ നിമിഷവും മാറ്റങ്ങൾക്ക് വിധേയമാണ് ഡിസൈനുകൾ. പത്രങ്ങളുടെ ലേഔട്ട് മുതൽ വാർത്തകളുടെയും പരസ്യങ്ങളുടെയും വിന്യാസം വരെ ഡിസൈനിന്റെ കരുത്താണ്. ചാനൽ മീഡിയകൾ അനുദിനം മാറുന്നതാണ് ഇത്തരം ഡിസൈനുകൾ. ചാനൽ ഡിസൈനുകളും പത്രത്തിന്റെ ലേഔട്ടും ആകർഷണീയമല്ലെങ്കിൽ വായനക്കാരും പ്രേക്ഷകരും ഉണ്ടാകില്ല. 1963 ഏപ്രിൽ 27 കൗൺസിൽ ഓഫ് ഇന്റർനാഷണൽ ഗ്രാഫിക് ഡിസൈൻ അസോസിയേഷനാണ് വേൾഡ് ഗ്രാഫിക് ദിനം സ്ഥാപിച്ചത്. ഗ്രാഫിക് ഡേ വേൾഡ് ഗ്രാഫിക് ഡിസൈൻ ദിനം എന്നും അറിയപ്പെടുന്നു. മീഡിയ ഡിസൈനും വൈവിധ്യവും ലോകത്ത് അതിന്റെ പങ്കും തിരിച്ചറിയാനുള്ള അവസരമാണ്. ഗ്രാഫിക് ഡിസൈൻ ക്ലയന്റും ഡിസൈനറും തമ്മിലുള്ള ഒരു സർഗാത്മക പ്രക്രിയയാണ്. നല്ല ഡിസൈനാണ് ഒരു പരസ്യമോ സന്ദേശമോ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുന്നത്. ഗ്രാഫിക് ഡിസൈൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലും അവതരണത്തിലും ശ്രദ്ധ ചെലുത്തുന്ന നിരവധി കലാപരവും സർഗാത്മകവുമായ മികവുകളെ സൂചിപ്പിക്കുന്നു. ആശയങ്ങളുടെയും സന്ദേശങ്ങളുടെയും വിഷ്വൽ പ്രാതിനിധ്യം സൃഷ്ടിക്കാൻ സഹായിക്കുന്ന വാക്കുകളും ചിഹ്നങ്ങളും ചിത്രങ്ങളും സൃഷ്ടിക്കുന്നതിന് ചില വ്യത്യസ്ത രീതികൾ ഒരുമിച്ച് ഉപയോഗിക്കുകയും സംയോജിപ്പിക്കുകയും ചെയ്യുന്നത് ഫലപ്രദമാണ്. ഒരു ഗ്രാഫിക് ഡിസൈനർക്ക് വ്യത്യസ്ത ടൈപ്പോഗ്രഫി, വിഷ്വൽ ആർട്സ്, ലേഔട്ട് ടെക്നിക്കുകൾ എന്നിവയുടെ സംയോജനം ഉപയോഗിച്ച് സന്തുലിതവും കേന്ദ്രീകൃതവും ആകർഷകവുമായ ഡിസൈനുകൾ സൃഷ്ടിക്കാൻ കഴിയും. ഇത് ഭൗതിക ഡിസൈനുകളുടെ കാര്യമാണ്. നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ നമുക്ക് നമ്മുടെ മനസ്സും ശരീരവും ഡിസൈൻ ചെയ്യാൻ ഇപ്പോൾ മുതൽ തുടങ്ങാം. ഈ ഡിസൈനുകളെല്ലാം ആസ്വദിക്കണമെങ്കിൽ നമുക്ക് മനസ്സമാധാനവും ആരോഗ്യവും വേണമല്ലോ. നാളെ ഏപ്രിൽ 28 ബയോളജിക്കൽ ക്ലോക്ക് ഡേ. എല്ലാ വർഷവും ഏപ്രിൽ 28 ദേശീയ ജൈവ ഘടികാര ദിനമാണ്. നാഷണൽ ബയോളജിക്കൽ ക്ലോക്ക് ഡേ. മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ഈ ക്ലോക്ക് അവരുടെ മാനസികാവസ്ഥയെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉള്ളതിനാൽ ഉണരുക, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യേണ്ട സമയം എപ്പോഴാണെന്ന് അതിനറിയാം. മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾ, സസ്യങ്ങൾ, സൈനോബാക്ടീരിയകൾ, ഫംഗസുകൾ എന്നിവയ്ക്കും ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക തുടങ്ങിയ നമ്മുടെ ദിനചര്യകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജൈവ ഘടികാരത്തെ സർക്കാഡിയസ് റിതം എന്ന് വിളിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് നാളെ അറിയാം. ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സിൽ വാർഷികാഘോഷം ഏപ്രിൽ 14 മുതൽ 24 വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ നാളുകളിൽ ഓരോ പവൻ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടുസാരികളും ചുരിദാറുകളും സമ്മാനം. ഐശ്വര്യത്തിന്റെ നല്ല നാളുകളിൽ കാതലണിയാൻ വൈവിധ്യമാർന്ന ആയിരക്കണക്കിന് ജിമിക്കി കമ്മലുകളുമായി ചിന്നൂസ് ജിമിക്കി ഫെസ്റ്റ്. വാർഷിക ദിനങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ചിന്നൂസ് ന്യൂ അറൈവൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസും നിങ്ങളെ കാത്തിരിക്കുന്നു. ഡെയിലി വെയർ, ബാംഗിൾസ്, ചെയിൻ എന്നിവയ്ക്ക് വെറും 3% മുതൽ പണിക്കൂലി. 5 പവനിൽ ആരംഭിക്കുന്ന ബ്രൈഡൽ സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, ടർക്കിഷ് തുടങ്ങിയ ഡിസൈനർ ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ബോട്ടി കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരുക്കിയിരിക്കുന്നു. ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടുവാനായി സ്പെഷ്യൽ ആനിവേഴ്സറി ഓഫറുകളും പ്രൗഢിയും വിലക്കുറവും ഇവിടെ ഒന്നിക്കുന്നു. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. കുണ്ടറയിലെ വോട്ടെടുപ്പ് സമാധാനപരം. പല ബൂത്തുകളിലും വോട്ടെടുപ്പ് മെഷീൻ പണിമുടക്കി. വോട്ടെടുപ്പ് വൈകി. നിയോജകമണ്ഡലത്തിൽ വോട്ടിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. മൺട്രോത്തുരുത്ത് നെന്മേനി തെക്ക് 152 ബൂത്തിൽ 1.5 മണിക്കൂർ വോട്ടിംഗ് നിർത്തിവെച്ചു. ആരംഭത്തിൽ പേരയം പഞ്ചായത്തിലെ കാഞ്ഞിരകോട് 44, ഇളമ്പൂർ പഞ്ചായത്തിലെ കോവൽമുക്ക് 70 ബൂത്തുകളിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് വോട്ടിംഗ് 15 മിനിറ്റോളം വൈകിയാണ് ആരംഭിച്ചത്. വോട്ടിംഗ് പുരോഗമനിക്കിടെ മെഷീൻ തകരാറിലായതിനെ തുടർന്ന് കിഴക്കേക്കള്ള ഉപ്പോട് ബൂത്തിൽ മാവേലിക്കര ലോകസഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് 1 മണിക്കൂർ വൈകി. ഇളമ്പള്ളൂർ, ആലമൂട് ബൂത്ത് നമ്പർ 87 എന്നിവിടങ്ങളിൽ മണിക്കൂറുകളോളം വോട്ടിംഗ് നിർത്തിവെച്ചു. തുടർന്ന് മെഷീൻ മാറ്റിവെച്ച ശേഷമാണ് വോട്ടിംഗ് ആരംഭിച്ചത്. 152-ൽ 1.5 മണിക്കൂർ യന്ത്ര തകരാറ് മൂലം വൈകിയാണ് ആരംഭിച്ചത്. രാത്രി വൈകിയും പല ബൂത്തുകളിലും വോട്ടിംഗ് തുടരുകയാണ്.
വിജയിക്കുന്നത് പോലെ തന്നെ മധുരതരമാണ് വിജയിപ്പിക്കുന്നതും. സ്പോക്കൺ ഇംഗ്ലീഷ് GK-യിലൂടെയും കറണ്ട് അഫയേഴ്സിലൂടെയും പഠിപ്പിക്കുന്നു. വീനസ് കരിയർ ഗൈഡൻസ് സെന്റർ, ആശുപത്രിമുക്ക്, കുണ്ടറ. ഉദ്യോഗാർത്ഥികളുടെ ആശാകേന്ദ്രം. ആശുപത്രിയിലെ അകർക്കടയിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. പുലർച്ചെ 4 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. കുണ്ടറ, ശാസ്താംകോട്ട, കടപ്പാക്കട എന്നിവിടെ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തിയാണ് തീ അണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിനോദത്തിലൂടെ വ്യായാമം, ആഹ്ലാദത്തിലൂടെ ആരോഗ്യം. ഹെൽത്ത് ലൈൻ വെൽനസ് സെന്റർ, ആശുപത്രിമുക്ക്, കുണ്ടറ. അഡ്മിഷൻ തുടരുന്നു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7994513875. മൺട്രോത്തുരുത്തിലെ പെരിങ്ങാലം വാർഡിലെ ഒരു ഭാഗത്തെ വോട്ടർമാർക്ക് ഇക്കുറിയും വോട്ട് രേഖപ്പെടുത്താൻ കായൽ പരപ്പിലൂടെ പോകാൻ വോട്ട് ബഞ്ച് തന്നെ ശരണം. 3 പതിറ്റാണ്ട് മുമ്പ് വെള്ളത്തിൽ ഒലിച്ചുപോയ കൊന്നേൽക്കട പാലത്തിന് പകരം പുതിയ പാലം ഇനിയുമായിട്ടില്ല. രാവിലെ മുതൽ വോട്ട് ചെയ്യാൻ ഇവിടെ തിരക്കായിരുന്നു. കുണ്ടറയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ആർക്കും സാരമായ പരിക്കില്ല. ആളിനെ ഇറക്കാനായി നിർത്തിയിട്ടിരുന്ന ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറി. ഇതിനിടയിലൂടെ പാഞ്ഞുപോയ കാറിന്റെ ആക്സിൽ ഒടിഞ്ഞു. ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ച ഇരുചക്ര വാഹനത്തിനും ഇടിയിൽ തകരാറ് പറ്റി. വാഹനങ്ങളുടെ കൂട്ടിയിടിയെ തുടർന്നുണ്ടായ ഗതാഗതക്കുരുക്കിൽപ്പെട്ട KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ് പോസ്റ്റിലിടിച്ചു നിന്നു. ഇന്ന് വൈകുന്നേരം 5 മണിയോടെ കുണ്ടറ പോലീസ് ക്വാർട്ടേഴ്സിന് മുന്നിലായിരുന്നു അപകടം. കുണ്ടറ ഭാഗത്തേക്ക് വന്ന സ്വകാര്യ ബസ് യാത്രക്കാരെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ എതിരെ വന്ന കാറിന് നേരെ മറ്റൊരു കാർ എത്തിയതോടെയാണ് വെട്ടിത്തിരിച്ച വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും സാരമായ പരിക്കില്ല.